ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CCTV ക്യാമറകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി ഉപകരണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കിന് പോലും ചിലപ്പോൾ നമ്മുടെ ജീവന്റെയും അതുപോലെ തന്നെ സ്വത്തിൻ്റെയൊക്കെ വിലയുണ്ടാവും. അപ്പോൾ എന്തായാലും പല ആളുകളും വരുത്തുന്ന പല മിസ്റ്റേക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 5 മേജർ ആയിട്ടുള്ള മിസ്റ്റേക്കുകളെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ക്യാമറകളിൽ ഉണ്ടാകാതിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്നാമതായിട്ട് എല്ലാവരും വരുത്തുന്ന പ്രധാനപ്പെട്ട തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ ക്യാമറ പ്ലേസ്മെന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കില്ല ക്യാമറ വെക്കുന്നത്. നിങ്ങൾക്കറിയാം, ക്യാമറകൾ നമുക്ക് പല ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഡോം ക്യാമറയുണ്ട്, ടററ്റ് ക്യാമറയുണ്ട്, ബുള്ളറ്റ് ക്യാമറയുണ്ട്, PT ക്യാമറയുണ്ട്, PTZ ക്യാമറയുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഹിക്യൂഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ടാൻഡം വ്യൂ ക്യാമറകളുണ്ട്, പാനോ വ്യൂ ക്യാമറകളുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ക്യാമറകൾ അവൈലബിൾ ആണ്. അപ്പൊ ഈ ക്യാമറകൾ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഏത് ക്യാമറയാണ് എടുക്കണമെന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു ക്യാമറയുടെ പ്ലേസ്മെന്റ് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയുവാണെങ്കിൽ, പാനോ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ഹിക്യൂഷന്റെ ഒരു ക്യാമറ. ഈ ഒരു ക്യാമറ നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഒരു കോർണറിൽ കൊണ്ടുപോയി നമ്മൾ വയറിട്ടിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ വീടിന്റെ സെന്ററിൽ ഇട്ടാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ. കാരണം ഈ ഒരു ക്യാമറ 180 ഡിഗ്രി വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ടാൻഡം വ്യൂ ക്യാമറയാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതൊരു മിഡിൽ പോർഷനിൽ തന്നെയായിരിക്കും ബെറ്റർ. കാരണം അത് ഡബിൾ ലെൻസ് ക്യാമറയാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പല ലെൻസ് വരുന്ന ടൈപ്പ് ക്യാമറകളും അവൈലബിൾ ആണ്. നമുക്കറിയാം, ലെൻസുകൾ വരുമ്പോഴത്തേക്കും 2.8mm ലെൻസ് ഉണ്ട്, 3.6mm ഉണ്ട്, 4mm ഉണ്ട്, 6mm ഉണ്ട്. അങ്ങനെ പല പല ലെൻസുകൾ വരുന്നുണ്ട്. നമ്മൾ എവിടെയാണ് ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ക്യാമറയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കി തന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ക്യാമറ ടൈപ്പാണ്. ഏത് ക്യാമറ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, ചില ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഈ ഓഫറിൽ 4 ക്യാമറയുടെ പാക്കേജ്, 8 ക്യാമറയുടെ പാക്കേജ്, 16 ക്യാമറയുടെ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കാനിട്ടിട്ടുണ്ട്. നമുക്കത് ഓൺലൈനിലും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ക്യാമറ പാക്കേജ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ആക്ച്വലി കിട്ടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കുക. വീടിന്റെ ഫ്രണ്ടിലും വീടിന്റെ ബാക്കിലും സൈഡിലും ഉള്ള മുറ്റത്തിന്റെയൊക്കെ അളവ്, നിങ്ങൾ എവിടെയാണ് ഈ ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആ സ്ഥലത്തെല്ലാം ഒരേ അളവാണോ വരുന്നത്? ഒരേപോലുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരേപോലുള്ള ലൈറ്റിംഗ് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് ക്യാമറ വെക്കേണ്ടത്. അങ്ങനെ ഒരേപോലുള്ള ഏരിയയും ഒരേപോലുള്ള ലൈറ്റിംഗ് കണ്ടീഷനുമാണ് നിങ്ങൾക്ക് ക്യാമറ വെക്കേണ്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരേപോലുള്ള ക്യാമറ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആണ്. നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന ഓരോ സ്ഥലവും ഡിഫറെന്റ് ആയതുകൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ക്യാമറകൾ സെലക്ട് ചെയ്യണം. ഇനി അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഈ കമ്പനികൾക്ക് ഇത്രത്തോളം ക്യാമറകൾ മാനുഫാക്ചർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. എല്ലാ ക്യാമറകളും എല്ലായിടത്തും സ്യൂട്ട് ആയിരുന്നെങ്കിൽ അല്ലേ? അപ്പോൾ എല്ലാ ക്യാമറകളും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ക്യാമറ ടൈപ്പ് ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഅഡിക്വേറ്റ് ലൈറ്റിംഗ് കണ്ടീഷൻ ആണ്. നമുക്കറിയാം, നമ്മളൊരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഫാമിലിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാമറയുടെയൊക്കെ വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് പോയി നോക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവരുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് ആ മൊബൈൽ ഫോണിൽ അതിന്റെ വ്യൂ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നോക്കും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇതുപോലത്തെ ക്യാമറ തന്നെ എനിക്ക് വെച്ചാൽ മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു കൂട്ടുകാരൻ വീട്ടില് ലൈറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അയാളുടെ വീടിന്റെ മുമ്പിൽ അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന ക്യാമറ നല്ല പേവിംഗ് ടൈലൊക്കെ ഇട്ടിരിക്കുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മുറ്റത്താണ് ഈ ഒരു ക്യാമറ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ വലിയ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയാം നല്ലപോലെ ലൈറ്റ് ഉണ്ടാവും അല്ലേ? അതേസമയം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഇങ്ങനെ ടൈലൊന്നും നിരത്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാമറയ്ക്ക് അത്രയും ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് ഡിമ്മായിട്ട് നിൽക്കും, പ്രത്യേകിച്ച് രാത്രിയിൽ അല്ലേ? നമുക്കറിയാം, ഈ പേവിംഗ് ടൈലിലേക്കൊക്കെ ഇൻഫ്രാറെഡ് ലൈറ്റോ വെട്ടോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അതൊന്നും റിഫ്ലക്ട് ചെയ്യും. അതേസമയം നമ്മളിപ്പോൾ അങ്ങനെ ഈ ടൈലൊന്നും ഇടാത്ത ഒരു മുറ്റത്തേക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ ഈ ക്യാമറ നൈറ്റിൽ പെർഫോം ചെയ്യുന്നത് വളരെ പ്യുവർ പെർഫോമൻസ് ആയിരിക്കും. ക്യാമറ എടുക്കുമ്പോൾ ഈ ക്യാമറ നമുക്ക് വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമറ എങ്ങനെ രാത്രിയിൽ പെർഫോം ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ക്യാമറ എടുക്കാൻ വേണ്ടി നോക്കുക. അത് നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ക്യാമറ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. നമ്മുടെ ഈ വീട്ടിൽ ക്യാമറ വെക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ക്യാമറ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം, കള്ളന്മാർ കയറി കഴിഞ്ഞാൽ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, അവർ ഇതിന്റെ റെക്കോർഡിംഗ് യൂണിറ്റുമായിട്ട് പോയി, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറ എടുത്തുകൊണ്ട് പോയി. അതായത് അവരെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള
പ്രിക്കോഷൻസ് അവരെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ക്യാമറ വയ്ക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്യാമറ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, അത് 100% നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി മെഷർ നമ്മൾ എടുത്തിട്ടുണ്ടാവണം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റി. ഞാൻ അടുത്ത ദിവസം അതുപോലത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ ഒരു 5 മിനിറ്റിൽ എനിക്ക് നിങ്ങളോട് അത് മുഴുവൻ പറഞ്ഞു തരാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ക്ലൗഡ് റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ NVR എടുക്കുന്ന സമയത്ത് ആ ഒരു NVR നിങ്ങൾ വെക്കുന്ന ഒരു സ്ഥലം വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിരിക്കണം. പെട്ടെന്ന് ആരും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിമോട്ടായിട്ടും വേണമെങ്കിൽ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. ഈ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പാസ്വേഡും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മറ്റുള്ള ആളുകൾ പുറത്തുനിന്ന് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരു രീതി, അതിനേക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, ഒരു സാധാരണ വീട്ടിലേക്ക് അങ്ങനെ ഒരു അറ്റാക്ക് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ ഹിക്യൂഷനെ അതുപോലെ തന്നെ ദഹുവ, CP+ പോലെയുള്ള കമ്പനികളൊക്കെ നിങ്ങൾക്കറിയാം മിക്കവാറും എല്ലാം ചൈനീസ് ബ്രാൻഡുകളാണ് വരുന്നത്. അപ്പൊ പല ആളുകളുടെയും പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാർ നമ്മുടെ വീട് നോക്കുമോ എന്നുള്ളതാണ്, നിരീക്ഷിക്കുമോ, അവരെന്തെങ്കിലും പരിപാടി നടത്തുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കള്ളം കയറി കഴിഞ്ഞാൽ ഈ NVR-ഉമായിട്ട് പോയി കഴിഞ്ഞാൽ അതിലും വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ചൈനക്കാർ നമ്മുടെ വീടിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗവൺമെന്റൽ അതോറിറ്റി അങ്ങനെ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നല്ലതായിട്ട് പേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ വളരെ വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിലാണ് നിങ്ങൾ ക്യാമറ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സൈബർ അറ്റാക്ക് നമ്മൾ പേടിക്കണം. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സൈബർ അറ്റാക്കിനേക്കാളും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഈ NVR, DVR ഒക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി, അതായത് വീട്ടിൽ ആരെങ്കിലും കള്ളന്മാർ കയറിയിട്ട് NVR, DVR ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ചില ഞരമ്പ് രോഗികളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെയും അതുപോലെ നിങ്ങളുടെ അയൽക്കാരായിട്ടുള്ള മറ്റേ ആളുകളെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം, നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ ഹാക്കിംഗ് ടൂൾസ് അതും ഇതൊക്കെ അവൈലബിൾ ആണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പാസ്വേഡ് നമ്മൾ മാറ്റാനും കൂടെ ശ്രമിക്കണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ടെക്നീഷ്യൻ വന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനൊരു പാസ്വേഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പാസ്വേഡുമായിട്ട് പിന്നെ നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. കാരണം അവന്റെ ഫോണിലോട്ട് ചിലപ്പോൾ അതാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ടെക്നീഷ്യൻ പോയി കഴിയുമ്പോഴത്തേക്കും അയാളോട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അയാളോട് തന്നെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടാവണം. കാരണം ഒരാൾക്കും നിങ്ങളുടെ ഓൺലൈൻ യൂസർ ID ആൻഡ് പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊരു മെത്തേഡാണ്. പക്ഷെ അതിലും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും എടുത്തോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ NVR, DVR റെക്കോർഡിംഗ് യൂണിറ്റ് ആരെങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സേഫ് ആയിട്ട് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇനി 5ാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെക്സാ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കൊട്ടേഷൻ പോലും റിസീവ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നെക്സാ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ്. നമ്മൾ IP ക്യാമറകളിലും അതുപോലെ തന്നെ ആക്സസ് കൺട്രോൾ മെഷീൻസ്, ബയോമെട്രിക് മെഷീൻസ്, വീഡിയോ ഡോർ ഫോൺ, APVX മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റലേഷൻ ഫീൽഡിൽ അത്യാവശ്യം കാര്യങ്ങളെ പറ്റി അറിയാവുന്ന അതുപോലെ തന്നെ ഹിക്യൂഷന്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സാ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഒരു കൊട്ടേഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ക്യാമറകളെ പറ്റിയൊക്കെ ക്യാമറകളുടെ ഇൻസ്റ്റലേഷനെ പറ്റിയൊക്കെ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് തരാം, അതും 2 വർഷം വാറണ്ടിയോട് കൂടി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അതുപോലെയുള്ള ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് അയക്കുക. അപ്പോൾ അതുപോലെ തന്നെ എന്നോട് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ താഴത്തെ നമ്പറിലൊന്ന് വാട്സാപ്പ് അയച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞ് ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.